നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം പറയാം. എന്താ നീ തിരിഞ്ഞു നോക്കരുത്. എന്താ കാര്യം പറ. ആ സെക്യൂരിറ്റി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും? നോക്കാം. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പിന്നെന്താ ചെയ്യ? എന്തുകൊടോ? കേറിക്കോ. ആ, ഞാൻ പോയിട്ട് വരാം. ബൈ. മോളെ ബൈ ശാരദാമ്മേ. ബൈ മോള് ക്ലാസ്സിലേക്ക് പോയിക്കോ കേട്ടാ. പപ്പിയും കൂടെ എത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിൽ പോക്കോളാ ശാരദാമ്മേ. പപ്പി മോളെ കൊണ്ടാക്കാൻ ആരാണോ വരുന്നത്? മിക്കവാറും വിഷ്ണുമോൻ തന്നെ ആവും. കണ്ണിപ്പെട്ട പിന്നെ ശാലിനി ഇത്രയും നാളും പ്രയത്നിച്ചതൊക്കെ വെറുതെ ആവും. ഞാനായിട്ട് ഇനി ഒന്നും തകർക്കണ്ട. പപ്പി മോള് വന്നു കഴിഞ്ഞാ നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവല്ലോ അല്ലേ? പപ്പി ഇപ്പൊ വരും. ശരി ശാരദാമ്മ പോട്ടെ. ടാറ്റാ. ടാറ്റാ. ഇതെന്താ ഇവിടെ? പഠിക്കാൻ വന്നതല്ലേ? പോയി ക്ലാസ്സിൽ കയറ്. എന്റെ ഫ്രണ്ടും കൂടി വന്നിട്ട് കേറിക്കോളാം. ഓ ശരി. സത്യേ, പപ്പി. ഹായ് സത്യമോളെ. ഹായ് അങ്കിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? മിടിക്ക കുട്ടി കേട്ടിട്ട് കുറച്ചു നാളായല്ലോ. ഞങ്ങളൊന്നും കാണുന്നുണ്ടല്ലോ. അതുപോലെ. ഓഹോ, പപ്പി മോൾക്ക് ഇത്തിരി കുശുമ്പായോ അച്ഛൻ സത്യമോളെ മിടിക്ക കുട്ടി എന്ന് വിളിച്ചപ്പോ? എന്തിന്? ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ലേ സത്യേ? അതെ. അങ്കിളിന് ഇപ്പൊ ഞങ്ങളോട് ഇത്തിരി കുശുമ്പ് തോന്നുന്നുണ്ടല്ലേ? ആഹാ, അതെന്തിനാ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട്. ആ, കുറച്ച്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾ രണ്ടുപേരും എന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കണം. അതങ്ങനെ തന്നെ ആണല്ലോ. അച്ഛൻ വയ്ക്കോ, സമയം പോണു. ആ, ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയപ്പോ അച്ഛൻ പോയാ മതി എന്നല്ലേ? അല്ലെന്നേ, സമയായി അതുകൊണ്ടാ. എങ്കിൽ അച്ഛൻ റൂം അതാ. ബൈ സത്യമോളെ. ബൈ അങ്കിൾ.
നമുക്ക് പോവാം. ഉം. 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 ഒരു കാര്യം പറയാം. എന്തോ നീ തിരിഞ്ഞു നോക്കരുത്. എന്താ കാര്യമെന്ന് പറ. ആ സെക്യൂരിറ്റി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും? നോക്കാം. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞില്ലേ ഫ്രണ്ട് വരാനുണ്ട്. അപ്പൊ ഇത് ഫ്രണ്ട് അല്ലേ? ഇത് ഫ്രണ്ടാ. ഇനി വേറെയും വരാനുണ്ട്. ആ മതി മതി. ഇനി ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് ഫ്രണ്ടിനെ കണ്ടാ മതി. ഉം? ഉം. ഹലോ സാർ. ആ പറഞ്ഞോളൂ സാർ. ആ അയാളുടെ കണ്ണി പെടാതെ നമുക്ക് പോവാം. ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ. വാ. തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് പോയില്ലേ? ഇതേതാ ഈ കാറ്? ആരാണാവോ അതിഥി? പഞ്ചാബികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരുന്നതേ ഭാഗ്യം. എടാ ചേട്ടാ, എല്ലാ സ്റ്റേറ്റിലും പെണ്ണ് കേസിൽപ്പെട്ട ആളെന്ന് സൽപ്പേര് ചിലപ്പോ നിനക്കായിരിക്കും. ഇതാരാ വന്നിരിക്കുന്നെന്ന് കണ്ടോ അമ്മേ? അത് ദേവേട്ടൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോ തൊട്ടടുത്ത ഗേറ്റിൽ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നെന്ന്? ആ മോള് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു ഞാൻ. ദേവേട്ടന്റെ കുടുംബത്തിലെ പെൺകുട്ടികളില്ല. ദേവേട്ടന്റെ അച്ഛന് സ്വന്തം മോളെ പോലെ ആയിരുന്നു ഞാൻ. ആ മോനിരിക്കേ. അച്ഛൻ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അച്ഛൻ എന്താ? അച്ഛൻ പോയി ശാലിനി. കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്നിട്ട് എന്നെ ഒന്നും അറിയിച്ചു കൂടിയില്ലല്ലോ. അന്ന് എന്റെ കയ്യിൽ നിന്റെ നമ്പറൊന്നും ഇല്ലായിരുന്നു ശാലിനി. നീ എവിടെയാന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി പോലും ഇല്ലായിരുന്നു. അതിനുശേഷമല്ലേ നമ്മൾ മധുരയിൽ വെച്ച് കണ്ടത്? എക്സാക്ട്ലി. അന്ന് ശാലിനി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. വിഷ്ണുവിന്റെ കാര്യവും ഇങ്ങോട്ടുള്ള വരവിന്റെ കാര്യവും ഒക്കെ ആയി താനാകെ എക്സൈറ്റഡ് ആയിരുന്നു. അതിനിടെ വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.